എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഉപ്പിലിട്ട ഒരു ഐറ്റമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, മുന്തിരിങ്ങ ഉപ്പിലിട്ടത്. പച്ചമുന്തിരിങ്ങയില്ലേ, അത് ഉപ്പിലിട്ടതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. 2 ദിവസം കഴിയുമ്പം ഈ മുന്തിരിങ്ങയുടെ പരുവം ഞാൻ കാണിച്ചു തരാം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ മുന്തിരിങ്ങ ഇങ്ങനെ ആകും. നമുക്ക് ഈ നെല്ലിക്ക, അതുപോലെ മാങ്ങ, പൈനാപ്പിൾ ഇതെല്ലാം ഉപ്പിലിട്ടത് ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, അവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അവർക്കിത് ഇഷ്ടപ്പെടും. ഉപ്പിലിട്ടത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് പരീക്ഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. മുന്തിരിങ്ങ ഉപ്പിലിടുന്നതിന് വേണ്ടി ആദ്യം നമുക്കൊരു ഗ്ലാസ് ഭരണി വേണം. ഇതുപോലെ കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് ഉണക്കിയെടുത്ത ഗ്ലാസിൻ്റെ ഒരു കുപ്പിയാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇതിൽ കാണാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്കത് വേണ്ടത് മുന്തിരിങ്ങയാണ്. നമ്മുടെ ഭരണിയുടെ വലിപ്പം അനുസരിച്ച് എത്രയും മുന്തിരിങ്ങ വേണോ അത്രയും നിങ്ങൾക്ക് മുന്തിരിങ്ങയുടെ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. മുന്തിരിങ്ങ നല്ലതായിട്ട് കഴുകുക, എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അതിനെ കുറേ സമയം 1 മണിക്കൂർ എന്തെങ്കിലും വെക്കുക. അത് കഴിയുമ്പം വേറെയും വെള്ളത്തിനെ കഴുകിയിട്ട് വെള്ളം മാലാനായിട്ട് വെക്കുക. വെള്ളം മാന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇതിനൊന്ന് നിരത്തിയിട്ട് നല്ലതായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് ടിഷ്യൂ വെച്ച് എല്ലാം മുന്തിരിങ്ങയിലുള്ള വെള്ളം മൊത്തം അങ്ങ് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പൂപ്പിൽ കയറും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അംശം കാണൽ എന്ന് പറയുന്നത്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന സ്പൂണാണെങ്കിലും എല്ലാം ഉണങ്ങിയ സ്പൂണോ എല്ലാം ആയിരിക്കണം ഉപയോഗിക്കുന്നതും കേട്ടോ. മുന്തിരിങ്ങ നമുക്ക് ഈ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. മുന്തിരിങ്ങ നമ്മൾ കുപ്പിയിൽ എത്ര എടുത്തോ അതിൻ്റെ 1/4 ഭാഗം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി വിനാഗിരി ആയി എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മുന്തിരിങ്ങ ഇങ്ങ് തിങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഒത്തിരി അങ്ങ് മുകളിലോട്ട് വരും. കാരണം ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കും. ഞാൻ 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ്. നല്ലതായിട്ട് ചൂട് പോയ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഈ മുന്തിരിങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് അടുത്തതെടുത്തിരിക്കുന്നത് 4 എരിവുള്ള പച്ചമുളകാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തർ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി ചതച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുന്തിരിങ്ങയ്ക്കകത്തോട്ടൊക്കെ ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് അധികത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് ഒരു ഉണങ്ങിയ സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും ഉപ്പും വിനാഗിരിയും വെള്ളം എല്ലാം നല്ലതായിട്ട് മിക്സ് ആവണ്ടേ, അതുകൊണ്ട് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഇത് തുറക്കാൻ പാടില്ല, അങ്ങനെ അങ്ങ് വെക്കണം. 2 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇത് തുറന്ന് ഉപയോഗിക്കാവൂ കേട്ടോ. 1 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതൊരെണ്ണം കഴിച്ചു നോക്കിയിരുന്നു. അന്നേരം മുന്തിരിങ്ങയ്ക്ക് അകത്തോട്ട് ഉപ്പോ പുളിയോ എരിവോ ഒന്നും പിടിച്ചിട്ടില്ല. മുന്തിരിങ്ങയ്ക്കകത്ത് മധുരത്തിൽ തന്നെ ഇരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസം ഇത് വെച്ചിട്ട് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ എടുക്കാം. 2 ദിവസം ഇവിടെ ആയിട്ടുണ്ട്. 2 ദിവസം ആയപ്പോഴത്തേക്ക് മുന്തിരിങ്ങയുടെ കളറെല്ലാം മാറി. നമ്മൾ ഈ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കളറൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഒരു ശകലം പോലും പൂപ്പിൽ എൻ്റെ മുകളിലൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ അംശമുള്ള ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയോ അങ്ങനെ സ്പൂണിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒട്ടും പൂപ്പിൽ വന്നിട്ടില്ല. ഞാനിത് ഇളക്കിയിട്ട് നിങ്ങളിത് കാണിച്ചു തരാം എങ്ങനെ അടിക്കുന്നതെന്ന്. മുന്തിരിങ്ങ കണ്ടില്ലേ, നല്ലതായിട്ട് മുന്തിരിങ്ങ ഇരിപ്പുണ്ട്. വലിയൊരു തവി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു തവിയിൽ നിങ്ങളിത് കോരി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ, മുന്തിരിങ്ങ നല്ലതായിട്ട് ഉപ്പിലിട്ട് മാങ്ങയൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ മോന് ഇതിൻ്റെ എക്സ്പ്രഷൻ കാണിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്തിരിങ്ങയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിത് ഒരെണ്ണം വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് മധുരവും പുളി ഉപ്പ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ വായിലെ ടേസ്റ്റ് ബഡ്സൊക്കെ അങ്ങ് ഉണരും. ആദ്യത്തെ ഒരെണ്ണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു എഫക്റ്റ് നമ്മുടെ വായിക്കകത്ത് വരുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് 2ാമത്തെ തൊട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിതിന് അഡിക്റ്റ് ആവും എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ആദ്യത്തെ കഴിക്കുമ്പോൾ എൻ്റെ മോൻ്റെ മുഖത്തെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം നമുക്ക് തുപ്പാനും പറ്റത്തില്ല, കഴിക്കാനും പറ്റാത്ത പോലെ നമ്മുടെ ആ ടേസ്റ്റ് ബഡ്സൊക്കെ ഉണർന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ 2ാമത്തെ മോനെടുത്ത് കഴിക്കുന്നതും കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ആ നമ്മുടെ വായൊക്കെ കറക്റ്റ് ഒരു ലെവലാവും. പിന്നെ 2ാമത്തെ തൊട്ട് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഉപ്പിലിട്ടത് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് മോൻ ഇതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. മധുരമല്ലാത്ത പുളിയും പിന്നെ എരിവും പുളിയും പിന്നെ എന്തുവാ
വിനാഗിരിയുടെ ടേസ്റ്റ്. വിനാഗിരിയുടെ ടേസ്റ്റ് വിനാഗിരിയുടെ കൊള്ളാമോ? അടിപൊളിയാണ്.